ഓ കൊല്ലു 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 ഓ കൊതുക് ഒരു കൊല്ലം നടക്കണം അവൻ്റെ കൊതുക് ഒന്ന് പോകതേ. ഓ ഇവനെന്തി കൊണ്ട് കാണിക്കണേ. ഈ സമയം പോയി ഒരു കൊത്തു കൊടുത്താല അവൻ്റെ ഒരു ഗെയിം കളി. ഇപ്പം നല്ലൊരു അവസരം. അമ്മ ആ ഗുഡ് നൈറ്റ് ഒന്ന് കത്തിച്ചേ. ഓ പയ്യെ പയ്യെ. ഓ എൻ്റെ പൊന്നോ. അണ്ണാ എന്താ ഈ സമയത്ത് ഞാൻ ഒരുത്തനെ കുത്താൻ വേണ്ടി സ്കെച്ച് ഇട്ടിരിക്കുകയായിരുന്നു. ചേട്ടാ നിന്റെ ഏരിയയിലെ വർക്കുകളൊക്കെ എങ്ങനെ നടക്കണേ? സെറ്റാണ് അവിടെ? ഓ അണ്ണാ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമ്മളിവിടെ എല്ലാം സെറ്റാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ അങ്ങോട്ട് രോഗങ്ങൾ പരുത്താൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് നിറഞ്ഞ എല്ലാ ടീമും സെറ്റായിട്ട് നിൽക്കുക. പത്തിരിപ്പാട്ടൊക്കെ കാണിയൊക്കെ ഒന്ന് നോക്കണം. ഓ രോഗം പിരിക്കാൻ വേണ്ടി ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുകയാണ്, ഇങ്ങനെ വിളഞ്ഞു നടക്കുന്ന പാടം പോലെ. അണ്ണാ ഈ ഏരിയയിലെ കാര്യം നോക്കണ്ട, ഞാൻ അടുത്ത ദിവസങ്ങളിൽ സെറ്റാക്കിക്കോളും. അത് മതി അത് മതി അത് മതി. ഇനി ഒരു മഴക്കാലം വരുമ്പോഴേക്കും അങ്ങോട്ട് തകർത്തേക്കണം കേട്ടാ. ഓക്കെ ആണ്, ശരി ശരി വെച്ചു. ഓ അപ്പോഴേക്കും അവൻ എനിക്ക് പോയി. ഓ ശരി പൊന്നേ. നേരാണിത്, വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ. അണ്ണൻ വിളിക്കണ്ടല്ലോ. ആ ഹലോ അണ്ണ. ആ ബെങ്കു, എന്താണ് നിങ്ങളുടെ അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും ശക്തിപ്പെടുന്നില്ലല്ലോ? എൻ്റെ അണ്ണ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ ടീമുകൾ അങ്ങോട്ട് ഡെങ്കുവായിട്ട് അങ്ങോട്ട് കുറേ ഹോസ്പിറ്റലിലോട്ട് അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. ആ നമ്മൾ വെറുതെ വിട്ടില്ല, എല്ലാ ഏരിയയിലോട്ട് അങ്ങോട്ട് കൊടുക്കുന്നേ. പിന്നെ ഒരു പ്രശ്നം തന്നെ, യുമാരെ കൂടി എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റർ ഒടിക്കുകയും ഫ്ലെക്സ് വെക്കുകയും ചെയ്തു. ഞാനാണ് ഡെങ്കുവിൽ തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ഡെങ്കുവിൽ തന്നെ. മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരുമാതിരി ഒരു പുകയടിക്കും. നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യും, ആദ്യമൊക്കെ നമുക്കൊരു പണിയായിരുന്നു, പുക വരുമ്പോൾ നമ്മൾ ഇറങ്ങി പോയി. പിന്നെ നമ്മൾ പുകയുടെ ഒച്ചേക്കും തന്നെ, വണ്ടിയുടെ ഒച്ചേക്കും തന്നെ നമ്മൾ നേരെ നൈസായിട്ട് ഇങ്ങനെ ഒടിച്ച് എവിടെയെങ്കിലും നിൽക്കും. നമ്മുടെ ടീമോട് വിളിച്ച് നിന്നിട്ടുണ്ടല്ലോ, പുകയുടെ വണ്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആൾക്കാരൊരു ഹാങ് ആയിട്ടുണ്ടാവും. ആ സമയം പോയിട്ട് നമ്മൾ അങ്ങോട്ട് കുത്തും. ആനേ ഇതൊക്കെ വരും പുകയല്ലേ. പിന്നെ നമ്മളെന്തോ പറ്റണോടെ, ഇവർ തന്നെയല്ലേ ഈ കണ്ട മാലിന്യങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് ഈ കൊതുകിനെയൊക്കെ അതാണ് നമ്മളൊക്കെ ഒന്ന് വളർത്തിക്കൊണ്ടിരിക്കണേ. ഇവരെ നമ്മൾ വളർത്തണേ. ഇത് നമ്മുടെ ഒരു തന്നെ നമ്മൾ കാണുന്നവരേക്ക് കുത്തും, അത്രേ ഉള്ളൂ. അതെ, ഇന്നത്തെ കാലത്ത് കൊതുകിനെ തുരുത്താൻ വളരെ പ്രയാസമാണ്. പണ്ട് ഓർക്കുന്നുണ്ടോ, ചെറിയൊരു കൊതുക് തിരി കൊണ്ട് നമ്മൾ അന്നത്തെ സായനം കഴിച്ചു കൂട്ടിയിരുന്നു. കാരണം ചെറിയ അല്പം മാത്രം കൊതുകളെ കൊണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പെറ്റുപരി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ നൈറ്റ് വന്നു, ഓൾ നൈറ്റ് വന്നു, എല്ലാ നൈറ്റും വന്നു. പക്ഷേ കൊതുക് മാത്രം മാറുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഷട്ടിൽ ബാറ്റ് പോലെ തന്നെ, അല്ലെങ്കിൽ ടെന്നീസ് ബാറ്റ് പോലെ തന്നെ കുറേ ബാറ്റുമായിട്ട് നമ്മൾ ഇറങ്ങി, എന്നിട്ട് നടക്കുന്നില്ല അല്ലേ? കാരണം എന്താണ്, നമ്മൾ തന്നെയാണ് കൊതുകിനെ പെറ്റുപരുവാൻ വേണ്ടി അവസരങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രത്യേകിച്ച് നമുക്ക് കൊടുക്കാം, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെയും ബോധവൽക്കരിക്കപ്പെടുവാൻ ഇടയാകട്ടെ. കാരണം വേറൊന്നുമില്ല, ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു കെട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പെറ്റുപരുവാൻ വേണ്ടി ഒരുപാട് രോഗങ്ങൾ പെരുകാനുള്ള ഒരു വലിയൊരു സാഗരമാണ് ഒരു ചെറിയൊരു വെള്ളം എന്ന് പറയുന്നത്. അതുകൊണ്ട് റോട്ടിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന വെള്ളങ്ങൾ കണ്ടാൽ അതിനെയൊക്കെ കുത്തിക്കളയാൻ, അല്ലെങ്കിൽ അതിനെ ഒഴുക്കി കളയാൻ വേണ്ടി നമുക്ക് പറ്റണമെന്നേ. നമ്മളൊരു ചെറുവഴിയിൽ അനക്കിയാൽ മാത്രമേ ഈ ലോകം മാറുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മാറ്റാന്നേ. കൊതുക് നിവാരണം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയോ ഏതെങ്കിലും കോർപ്പറേഷനോ മാത്രമല്ല, അത് നമ്മളുടെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ വീടും പരിസരവും നമുക്ക് വൃത്തിയാക്കാം.